ഇന്ന് നമുക്ക് മത്തിത്തപ്പ് വെക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ച് ചെറുള്ളി ഇട്ട് കൊടുക്കാം. ചെറുള്ളി നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുത്ത ശേഷം വെളുത്തുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അത് നന്നായി വഴറ്റാം. ഇനി ചെറുതായി അരിഞ്ഞ് വെച്ച ചെറിയ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ വഴന്ന് വരിക. നല്ലോണം വഴറ്റിയെടുക്കുക. ഒരു വഴന്ന് വരാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിടുക. ഉപ്പിടുക. എല്ലാം കൂടെ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ നമുക്ക് തീ ഒന്ന് കമ്മിയാക്കിയിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി. നന്നായി എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതെങ്ങനെ ആവും. എണ്ണയും എല്ലാതും കൂടി ഇങ്ങനെ വഴന്ന് വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. 10-15 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് പുളിനെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വറ്റിയിട്ടുണ്ട്. നല്ല മുളക് ചൂരൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പരുവത്തിലാവും വറ്റിയിട്ട്. അതിൻ്റെ പഞ്ഞിമീനും കൂടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാം പാടെ ചേർത്തിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീനിലേക്ക് എല്ലാ മസാലയും ആവുന്ന വരെ നല്ല യോജിപ്പിക്കാം. നല്ലോണം വറ്റി വെന്തിട്ടുണ്ട്. മീനും മസാലയും എല്ലാം പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ല പ്രത്യേക ടേസ്റ്റാണ്. ലാസ്റ്റ് അത് ഒഴിക്കുക. എന്നിട്ട് തണ്ട് കറിവേപ്പില ഇടുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കി.